ആരും കാണാതെ ഇത്രയും നാൾ നമ്മൾ ഒളിപ്പിച്ച് വെച്ചിരുന്ന ഡീസൽ മൊത്തം നമ്മൾ പുറത്തെടുക്കേണ്ട ദിവസമാണ്. രാവിലെ എണീച്ച് കഷ്ടപ്പെട്ട് പല്ല് തേച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ആ ചോദ്യം ഞാൻ കേട്ടത്. ഞായറാഴ്ചയായിട്ട് ഇന്നെങ്കിലും ഒന്ന് അമ്പലത്തിൽ പോകൂടെ എന്നായിരുന്നു അമ്മയുടെ ചോദ്യം. പിന്നെ ഒന്നും നോക്കില്ല, ഇന്ന് നമുക്ക് അമ്പലത്തിൽ പോകാം. അങ്ങനെ നമ്മൾ തൊട്ടടുത്തുള്ള ഒരു അമ്പലത്തിലേക്കാണ് എത്തിയത്. ഇവിടെ എത്തിയപ്പോഴാണ് എല്ലാവരും നമ്മളെ തന്നെ നോക്കുന്നത്. എനിക്കത് തീരെ ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് അവിടെ നിന്ന് പോകും. വീട്ടിലെത്തി ആ പ്രസാദമൊക്കെ കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് പെട്ടെന്നൊരു വിളി കേട്ടെ, പെട്ടെന്ന് പോവാന്ന്. ഇനിയൊന്നും നമുക്ക് നോക്കാനില്ല, സോ നമുക്ക് ഇപ്പൊ തന്നെ പോകണം. പിന്നൊന്നും നോക്കിയില്ല, നേരെ വന്നു. നമ്മൾ ഒളിപ്പിച്ചിരുന്ന ഡീസലുകളെല്ലാം പുറത്തെടുത്തു. നമുക്കിപ്പം ആവശ്യമുള്ളത് മാത്രം നമ്മൾ എടുത്തിട്ടുള്ളൂ, ബാക്കിയെല്ലാം എവിടെ ഇരിക്കട്ടെ, ആവശ്യം എന്നാൽ എടുക്കാം. 10 ലിറ്ററിന്റെ ഒരു ക്യാൻ മാത്രം നമ്മൾ അവിടെ നിന്ന് എടുത്തിട്ടുള്ളൂ, ബാക്കി മൊത്തം നമ്മൾ ആരും കാണാത്ത പോലെ അവിടെ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതും തപ്പി ആരും ഇങ്ങോട്ട് വരണ്ട, ഞാൻ അവിടെ പട്ടിയെ കെട്ടിട്ടുണ്ട്, എല്ലാം കൂടി കടിച്ചു പറിച്ച് എടുക്കുക. ഡീസൽ എടുത്ത് നമ്മൾ ഇന്ന് പോകുന്നത് ചേട്ടച്ചാറിനോടാണ്. സമയം നമുക്ക് തീരെ കുറവായതുകൊണ്ട് അവൻ കത്തിച്ച് വിട്ടുകൊണ്ടിരിക്കുകയാണ്. KSRTC ഇവരെ ചേസ് ചെയ്ത് പിടിച്ച് നമ്മൾ ഒരാളുടെ മുന്നിലാണ് പെട്ടുപോയത്. അതാണ് ദാറ്റ് ചേച്ചി. ഞാൻ വിചാരിച്ചിരുന്നത് ഈ ചേച്ചി കാരണമാണ് ഇവിടുത്തെ ബ്ലോക്ക് എല്ലാം ഉണ്ടായതാണ്, പക്ഷെ അതല്ല, വേറെന്തോ വലിയ കാരണമുണ്ട്. കാരണം നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോൾ എല്ലാം ഇവിടെ ബ്ലോക്ക് ആയി. കുറച്ച് ദൂരം മുന്നോട്ട് എത്തിയപ്പോൾ തന്നെ നമുക്ക് കാര്യം മനസ്സിലായി, ഇന്ന് ചതയവല്ലേ SNDPയുടെ പരിപാടി നടക്കുകയാണ്. ഏകദേശം നമ്മുടെ കോഴഞ്ചേരി ഫുള്ള് ബ്ലോക്ക് ആട്ടോ. വൺ സൈഡ് മാത്രമേ വണ്ടി പോകുന്നുള്ളൂ. നമ്മളിപ്പോൾ അങ്ങോട്ട് പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ അവിടെ ഇങ്ങോട്ടുള്ള ഒരു വണ്ടിയും വിടുന്നില്ല, എല്ലാം ബ്ലോക്ക് ആക്കി വെച്ചിരിക്കുകയാണ്. കോഴഞ്ചേരി ടൗണൊക്കെ ഏകദേശം ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നമ്മൾ എന്നിട്ടും കുത്തിക്കേറ്റിയൊക്കെ ഫ്രണ്ട് കയറി. അവിടുന്ന് നമ്മൾ എത്തിയത് സുസുക്കിയിലേക്കാണ്. നമ്മുടെ മറ്റേ വണ്ടി, എന്റെ പഴയ വീഡിയോ ഒക്കെ കണ്ടിട്ടുള്ളവർക്കറിയാം നമ്മുടെ വണ്ടി എത്രത്തോളം പങ്കുവഹിച്ചിട്ടുണ്ട്. അവനാണ് ഇവിടെ കിടന്നിരുന്നത്, അവനെ പൊക്കാനാണ് നമ്മൾ വന്നത്. ഈ വണ്ടി ഇറക്കിയപ്പോൾ തന്നെ ആദ്യം പ്രയോജനപ്പെട്ട നമ്മുടെ അമ്മയ്ക്ക് തന്നെയാണ്. കണ്ടില്ലേ, ഇത്രയും വിശാലമായിട്ട് തുണി വിരിക്കാൻ പറ്റിയ സ്ഥലം വേറെ ഉണ്ടോ? സംസാരിച്ച് എന്നെ തൊണ്ട് പോയി. ശരിയെന്ന്, അപ്പം നാളെ കാണാം.